ദേവകി എപ്പോഴെങ്കിലും മദ്യം കഴിച്ചിട്ടുണ്ടോ? അയ്യേ, കഴിച്ചിട്ടേ ഇല്ല. ഇല്ല. ആ, അപ്പൊ അതാ നമ്മൾ തമ്മിൽ ചേരാത്തത്. കള്ളു കുടിക്കുന്ന പെണ്ണുങ്ങളോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. കള്ളിന് മാത്രമേ ഇഷ്ടമുള്ളൂ. അത് പറയാൻ എന്തിനാ മടിക്കുന്നത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ. ഒരു വയസ്സൻ. ഇരിക്കടോ. കറിയച്ചോ, ആ പെണ്ണിന്റെ കാര്യം കുഴപ്പമാ. ഇവൻ പറഞ്ഞ ശരിയാ. അവൾ ഏതാണ്ടൊരു ഹൗസ് അറസ്റ്റില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ? വിളിച്ചിറക്കി കൊണ്ടുപോയി ചെലവിന് കൊടുക്കണം എന്നല്ല. പിന്നെ താൻ കൊടുക്കൂ? ഞാൻ കൊടുക്കാം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. നേരെ സക്രിയ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരെത്തി. ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ഇടുകയാണോ മോനെ? ചെറുവാണിയൂരുള്ളതാ. ഞാൻ ഇപ്പൊ കാറ് വിട്ട് വിളിപ്പിച്ചതാ. പാരസാര് കുട്ടിയാ. ഇവരൊക്കെയാ ടൗണിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. ശ്രീദേവി പഠിപ്പുള്ള കുട്ടിയാ. ഡിഗ്രി ഉണ്ട്. അതെയോ? BA അല്ല, BSc. എന്തായിരുന്നു സബ്ജക്ട്? ബോട്ടണി. വീക്കെൻഡ് പയ്യനെ മാതിരി നീ ഇപ്പൊ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് പറയുമെന്ന് പേടിച്ചിരിക്കാ ഞാൻ. സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. രാത്രിയിൽ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിപ്പിച്ചതാ. പുലർച്ചെ കണി കണ്ടിട്ടല്ലേ പോകുന്നുള്ളൂ. രാത്രിയിലൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു കുഴപ്പം? അല്ല, ഇനിയിപ്പോ വാരന്മാരുടെ വക അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതെന്താ വക്കീൽ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, നായന്മാര് കുഴപ്പം ഉണ്ടാക്കിയേക്കുന്നോ? ഛേ, ഒന്നുമില്ല. ആ പ്രാന്തി പെണ്ണ് കാരണം ഓരോ ചില്ലറ സംസാരം ഉണ്ടാവുന്നല്ലാതെ. ഓ, ഇവിടെയൊക്കെ ആവുമ്പോ ദിവസവും അങ്ങനെ ഓരോന്നാ. നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? രാത്രി മീനോ മറ്റോ വാങ്ങിക്കണ്ടേ? പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിൽക്കുകയാണ്. അപ്പോ ഈ മറ്റേ പെണ്ണ് കാര്യം എങ്ങനെ? നമ്മുടെ ഗൗരിക്കുട്ടിയുടെ. ഓ, അതിനെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനൊക്കെ പിടിച്ചു നിർത്തിയ മറ്റുള്ളവർക്കാ പാട്. അറിഞ്ഞു. 9 മണിക്ക് പണിക്കരുടെ ആള് അല്ലേ? എന്തായാലും പോകണ്ട. ഇതെന്താ ഇതിപ്പോ ഇരുട്ടത്ത് നിന്നിട്ട് ഒരു സ്വകാര്യം വെളിച്ചത്തേക്ക് ഒന്ന് നിന്നിട്ട് പറഞ്ഞ എന്താ കേക്കാൻ പറ്റില്ലേ? അല്ല, മനസ്സിലാവഞ്ഞിട്ട് ചോദിക്ക, എന്താ മോന് പ്രശ്നം? ഒന്നുമില്ല. എന്നാലേ ഒന്ന് താഴോട്ട് പോയേ. എന്താ ഇവിടെ സംസാരിക്കാൻ പാടില്ലേ? ഇവിടെ നിന്ന് സംസാരിക്കാം, പക്ഷെ ഈ പെണ്ണുമായിട്ട് സംസാരിക്കണ്ട. അതിനാ കുട്ടിക്ക് വിരോധമില്ലെങ്കിലോ? ആ കുട്ടിയുടെ ഇഷ്ടക്കേട് നോക്കാൻ ഈ വീട് കമ്പിയെന്ന് വീണ് കാഞ്ഞുപോയി അവളുടെ അച്ഛന്റെ വകയായിരിക്കണം. ഇതല്ല. പൊടിയാത്തേക്ക്. നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെന്നിരുന്നേ. നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. എടാ മോനെ, ആ പണിക്കരുടെ ആള് പറഞ്ഞിട്ട് പോയത് എന്താന്നറിയാലോ? പണിക്കര് പിണങ്ങിയാൽ പിശാചായാള്. അമ്മയ്ക്ക് എന്താ ഇന്ന് പതിവില്ലാതെ ഇങ്ങനൊരു? എന്തോ എനിക്ക് തന്നെ അറിയില്ലടാ. ആകെ ഒരു. അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനവും ഉണ്ടാകാൻ പോകുന്നില്ല.
ആ കാളക്കാരന്റെ കൂട്ടിരിക്കുന്ന മനുഷ്യൻ സമയമാകുമ്പോ കാറുമായിട്ട് വന്നോളും, അവൾ അതേ കയറി കൃത്യമായിട്ട് പൊയ്ക്കോളും. അല്ലാതെ ഇവിടെ വേറെ ഒരു കലാപരിപാടി ഉണ്ടാകാനില്ല. തനിക്കെന്താ സംശയം വല്ലതും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കറിയാച്ച എനിക്ക് പരാതിയില്ല. പക്ഷെ സപ്പോസ് ആ പെണ്ണ് പോകാൻ കൂട്ടാക്കുന്നില്ലെന്ന് വന്നാൽ? ചേടാ, അവള് പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവള് പോവില്ല. പിന്നെ എങ്ങനെ പോകുന്നേ? പിടിച്ചോണ്ട് പോകും. ആ എന്ന് തന്നെ വിചാരിച്ചു നോക്കാം. അത് അപ്പോഴല്ലേ. അപ്പം ആളുകളടുത്ത് പറഞ്ഞ പോലെ നമ്മളും 3 ആൺകുട്ടികളല്ലേ. തനിക്ക് ഈ പേടിയും ടെൻഷനും ഒക്കെ കയറുന്നത് ഒരു സ്മാൾ അടിക്കാത്തോണ്ടാ. ഒരു സ്മാൾ അടിച്ചോണ്ടാ പൊട്ടിയുടെ അടുത്ത് വരും. ചെല്ലടോ. ആ ചെല്ലേ വാ. നാളെ വാ കേട്ടോ. ഞാൻ ഇവരെ കൊണ്ട് ആക്കിയിട്ടിങ് വരാം. സുലൈമാൻ ഓർമ്മയില്ലേ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടുത്തെ വിഷു? പിന്നെ ഇല്ലേ, അമ്മാവന്മാരും മുത്തശ്ശിമാരും സദ്യയും കുട്ടികളും ഒക്കെ ആയിട്ട് എന്തായിരുന്നു അന്നൊക്കെ? മോള് പോയൊരു ചെറുത് വെരി വെരി. കണ്ടില്ലേ? കുഴപ്പമുണ്ടാക്കോ? അറിയില്ല. മൂപ്പൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കുഴപ്പമുണ്ടാക്കാതെ നോക്കിക്കൊള്ളന്ന്. അതിനല്ലേ ഞാനിവിടെ തന്നെ ഇരിക്കണം. ഗൗരിക്കുട്ടി, ഹിന്ദുവിന്റെ മാനമത്രേ. ഇന്നലെ വരെ വേറെ ചിലരുടെ മാനമായിരുന്നു. എന്നെ ജീവനോട് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകില്ല. വേണമെങ്കിലൊക്കെ കൊണ്ടുപോകും. മോളെടുത്തേ, ഞാൻ പോണു. പക്ഷെ ഒന്ന് ഓർത്തു, ഈ നരന്തന്റെ വായ അടപ്പിക്കാനും ഇവിടെ തൂക്കി കാലിലിട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടുമല്ല. നിനക്കും ബോധ്യമുണ്ടല്ലോ. എന്നോട് ഇങ്ങോട്ട് പോരുമ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. തനിയെ തോന്നിട്ട് അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ചു പറയുകയും കക്ഷി എങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് വാളുവേട്ടത്തിക്ക് അറിയാമല്ലോ. നാരായണ, നീ നിൽക്ക്. വേണ്ട വാളുവേട്ടത്തി, നിന്നാൽ എന്റെ സ്വഭാവം മാറും. പിന്നെ അങ്ങേര് പറഞ്ഞു വിട്ടൊന്നും എന്റെ ഓർമ്മ വരില്ല. ഇവിടെ നാവേന്ന് വീഴുന്ന അത്തരത്തിലുള്ള വർത്താനങ്ങളാ. അല്ല, ഇവളുമാരുടെയൊക്കെ നാവിന്ന് വീണ കേൾക്കാൻ നടക്കണ നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ. എന്നിട്ട് വാചകോ കേട്ടില്ലേ? അവര് ടൗണിൽ നിന്ന് വന്ന കുട്ടികളാ. കുടിച്ചോണ്ട് എന്തെങ്കിലും പറയുന്നു വെച്ചാൽ നീ അതൊന്നും കാര്യാക്കണ്ട. വരിക. ഓഹോ, അപ്പോഴതാണ്. ഞാൻ ചെന്ന് പറയാം. ടൗണിൽ നിന്ന് വന്നവര് അല്ലേ? പിന്നെ താഴെ മറ്റേ സപ്പോർട്ടും. നാരായണ, മാറി നുള്ളിക്കോ. ഓ, എവിടെ നുള്ളണാവോ? എന്റെ ഈശ്വരാ, നിങ്ങളൊന്ന് ദൈവത്തെ വിചാരിച്ച് ഈ വീട്ടിൽ പോയി തരൂ. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ചോരക്കളാക്കും. ഒന്നാമതേ അവർ ഒരുമ്പിട്ട് നിൽക്കുക. അതിന്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടിയ നായന്മാർ ഇന്ന് ഇവിടെ ചൂടും. മാളവിടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോകും? അതെന്താ ഒരു മര്യാദ ഇല്ലാതെ? സുലൈമാനെ, സുലൈമാനെ, നീ പേടിക്കണ്ട പെണ്ണേ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ എത്രയും പേര് ഇവിടെ തന്നെ നിൽക്കി. കുഞ്ഞാലി കോയം കൂട്ടിക്കൊണ്ട് ആ മല വിളി നടക്കല്ലേ, അവിടെ പോയി നിൽക്കി.
സുലൈമാനെ ഇന്നും കുഴപ്പാ. എന്ത് കുഴപ്പം? നമ്മളൊക്കെ ഇല്ല ഇവിടെ. നിങ്ങളെ പോയി കിടന്നോ ഇങ്ങോളി മേനെ. എരി നാരായണ, ആ ലൈറ്റ് അടിച്ചേക്ക്, മുറിക്കൽ ലൈറ്റ് കണ്ട. മണ്ണി വേഗം അടുക്കള അടിച്ച് എല്ലാരും മുകളിലേക്ക് പോന്നു കേട്ടോ. എന്താ വളർത്തി ഇന്നും ശല്യം ഉണ്ടാവോ? എനിക്ക് എങ്ങനെയാ കുട്ടി പറയാൻ പറ്റുക? ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായന്മാരത്രേ. അഴിക്ക്. ഇവിടെ ആരും നിൽക്കണ്ട, എല്ലാരും മുകളിൽ പോയിരുന്നോളി. വല്ലതും കേട്ടോ സുലൈമാനെ? അവരാളെ കൂട്ടുന്നുണ്ട്. ഇവര് അവർക്ക് നോട്ടുണ്ടെന്നാ കേട്ടത്. എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ വെളിയിലേക്ക് വരരുത്. നശിപ്പിക്കാൻ വേണ്ടി ഒന്ന് കയറിയ മാറണം. നീ ഇന്ന് പഠിക്കും. നിൽക്കടിയോടെ. ഇന്നിനി നീ അവിടുന്ന് അനങ്ങില്ല, ഞാൻ പറയാതെ. എന്താ മെന്നെ? അവര് വരണുണ്ട്. അമ്മ എവിടെ? അമ്പലത്തിന്റെ അവിടെ. അവര് ആള് കൂട്ടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. എത്ര ആള് വരും? ഇരുട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു 10-20 ആളുണ്ടാവും. അവര് നിന്നെ കണ്ടോ? ഇല്ല, അതിനുമുമ്പ് ഞാൻ ഓടിപ്പോന്നു. അവരിങ്ങോട്ട് തന്നെയാണ്. നാരായണേട്ടനും ഒക്കെ ഉണ്ട്, ഞാൻ കണ്ടു. വരട്ടെ, അതിനെന്നല്ലേ നമ്മളിവിടെ ഉറക്കൊളച്ചിരിക്കണേ. ബാസി, നീ പോകണ്ട. ഇല്ലമ്മേ. നീ അവിടെ നിന്ന് നിൽക്കാൻ. ഇവിടെ വന്നോളൂ. ഇവിടെ എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നാല്. ഇല്ലെന്നേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ലെന്നേ. ബാസി, അവിടെ നിൽക്കാനാണ് എന്നോട് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് കയറാൻ ഉദ്ദേശമില്ല. അനക്കില്ല. ഒന്നുകൂടെ വെച്ചു നോക്കി സുലൈമാനിക്ക. വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കിടന്നോളും. ഞാൻ പോണില്ലമ്മ. എന്താണ് നോക്കിട്ട് വരാം. നീ പോകണ്ട. എന്താ പൊട്ടിയതെന്ന് ചോദിച്ചിട്ട് വരാന്നേ. നാടൻ ബോംബിന്റെ ശബ്ദമല്ലേ കേട്ടത്? എന്തോ
അവര് ഈ വളപ്പിന്റെ പുറത്തുണ്ട്. സുലൈമാനൊക്കെ പ്രത്യേകം പറഞ്ഞു, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവിടെ ഇരിക്കാൻ. ജോസഫ് ഒന്ന് പോളിയാ, മറ്റത് മനസ്സിലാകുന്നില്ല. വൈകുന്നേരം ആയപ്പോ ഇന്നലത്തെ പോലെ ഇന്നും പനി വെട്ടുള്ളതാണല്ലോ. രക്ഷയില്ല, ഉറക്കമായി. തനിക്ക് വീട് മാറിയിട്ടില്ലല്ലോ. എനിക്കോ? മാളുവമ്മേ, മാളുവിടത്തി വാ, എല്ലാം ഫിറ്റ് ആയിരിക്കുവേ. നീ പൊയ്ക്കോ, ഞാനിവിടെ ഉണ്ട്. അമ്മേ, ഹൈദ്രോസിനെ കുത്തുകൊണ്ടു. ഭാസ്കരേട്ടനെ ആരോ വെട്ടി. ആ വന്നവർക്കും ശരിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടട്ടെ. എടാ, വീടൊന്നിരിക്കാൻ. ഹൈദ്രോസിന് കുത്തുകൊണ്ടാലും ഭാസ്കരേട്ടിന് വെട്ടുകൊണ്ടാലും അനങ്ങാത്ത തള്ളയാ. അവരവിടെ നിന്ന് അനങ്ങണമെങ്കിൽ അവരുടെ മോൻ എന്തെങ്കിലും പറ്റണം. എങ്കിലേ അവരവിടെ നിന്ന് എഴുന്നേക്കൂ. ഞാൻ ആ തള്ള അവിടെ നിന്ന് മാറ്റിത്തരാം. നിനക്ക് ആ പെണ്ണെ കൊണ്ട് രക്ഷപ്പെടാവൂ. കൊണ്ടുപോയിക്കോളാം, ഞാൻ കൊണ്ടുപോയിക്കോളാം. പോയോ? എന്തുണ്ടായി? എന്റെ ഇറങ്ങി വന്നത്? നിങ്ങൾ മേലെ പോയിരിക്കും. പക്ഷേ പോയിൻ